മുട്ടവില കഴിഞ്ഞ 5 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തി. പക്ഷേ നാടൻ കോഴിമുട്ടയ്ക്ക് 7 രൂപയായിരുന്നു വില. എന്നാൽ ഇതിന് 8 മുതൽ 10 രൂപ വരെയായി. വില കൂടിയാലും കോഴിമുട്ടയ്ക്ക് വൻ ഡിമാൻഡാണ്. പൊട്ടിക്കല്ലേ പൊള്ളുന്ന വിലയാണ്. ഞെട്ടിച്ച് മുട്ട വിപണി. രാജ്യം മുഴുവൻ അസാധാരണ വിലവർധനവ് തന്നെയാണ് മുട്ടയിൽ രേഖപ്പെടുത്തുന്നത്. മുട്ട പല രൂപത്തിലും കഴിക്കാമെന്ന് നമുക്കറിയാമല്ലേ. പുഴുങ്ങിയ മുട്ട, ഓംലേറ്റ്, ബുൾസൈ, മുട്ടക്കറി, ബിരിയാണി എന്നിങ്ങനെ പോകും ആ ലിസ്റ്റ്. പക്ഷേ ഇനി അല്പം ശ്രദ്ധിക്കണം. ദിവസവും 3 മുട്ടകൾ കഴിക്കുന്നത് ഒരാളുടെ ആരോഗ്യം ഗണ്യമായി മെച്ചപ്പെടുത്തുന്നത് നല്ലതാണെന്ന് ആരോഗ്യ വിദഗ്ധരും പറയുന്നുണ്ട്. അതിൽ കുട്ടികളുടെ ഓർമ്മശക്തി കൂട്ടാനും തലച്ചോറിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും ഈ മുട്ട സഹായിക്കും. പക്ഷേ ഇനി കുറച്ചു മതി ഉപയോഗം. കാരണം പൊള്ളുന്ന വിലയാണ് മുട്ടയ്ക്ക്. അതെ, രാജ്യത്ത് മുട്ട വില കഴിഞ്ഞ 5 വർഷത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ എത്തിയിരിക്കുന്നുവെന്ന് വിപണിയിൽ നിന്നും അറിയാൻ സാധിക്കുന്നു. ഒരു മുട്ട വീട്ടിലെത്തണമെങ്കിൽ ഇപ്പോൾ 8 രൂപ വരെ കൊടുക്കേണ്ട സ്ഥിതിയാണ്. പക്ഷേ മുട്ടയ്ക്ക് വില കൂടുന്നുണ്ടെങ്കിലും സിംഗിൾ ഓംലേറ്റിന് 15 രൂപയും 20 രൂപയുമാണ് ഈടാക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ പക്ഷേ വില കൂടുമെന്നും ഉറപ്പിക്കാം. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലെ നാമക്കലിൽ ഉൽപാദന ഫാമുകളിൽ ഒരു കോഴിമുട്ടയ്ക്ക് വില 6 രൂപയ്ക്ക് മുകളിലാണ്. അത് പാളയം അങ്ങാടിയിലെത്തുമ്പോൾ 7 രൂപയ്ക്ക് മുകളിലാകുമെന്നും പറയുന്നുണ്ട്. ആഭ്യന്തര വിപണിയിൽ ആവശ്യക്കാർ ഏറിയതും ഉൽപാദനത്തിൽ ചെറിയ കുറവുണ്ടായതുമാണ് ഈ മുട്ടവില ഇങ്ങനെ ഉയരാൻ കാരണമെന്നും വിപണി വിദഗ്ധർ പറയുന്നു. സാധാരണ നവംബർ ഡിസംബർ മാസത്തിൽ ഇറച്ചി, മുട്ട എന്നിവയുടെ വില പതിവിൽ താഴെയാണ്. കാരണം മണ്ഡലകാലമാണ്. എന്നാൽ ഡിസംബർ ആകുന്നതോടെ കേക്ക് നിർമ്മാണം തകൃതിയായി നടക്കും. ഇതോടെ മുട്ടയുടെ വില ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. നാടൻ കോഴിമുട്ടയ്ക്ക് 7 രൂപയായിരുന്നു വില. ഇതിന് 8 മുതൽ 10 രൂപ വരെയായാണ് ഇന്ന് വിപണിയിലെ വ്യാപാരം. എന്തായാലും മുട്ടയ്ക്ക് വൻ ഡിമാൻഡാണ്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.